الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയും പ്രാധാന്യവുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. 2 റക്അത്തുകൾ, ആദ്യത്തെ 2 റക്അത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നു. ഈ പാരായണം പ്രാർത്ഥനയുടെ സ്ഥാനമാണ് വഹിക്കുന്നത്. നമസ്കാരത്തിലെ ഖുർആൻ പാരായണം പ്രാർത്ഥന, നമസ്കാരം മുഴുവൻ പ്രാർത്ഥന ആയതുകൊണ്ട് ആ ഖിറാഅത്ത് അത് പ്രാർത്ഥനയുടെ സ്ഥാനം വഹിക്കുന്നു. ആദ്യത്തെ 2 റക്അത്തിലാണ്. ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഇമാമ് മാത്രമേ ഖിറാഅത്ത് നടത്തേണ്ടതുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ തുടരുക. ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ മൗമൂമിങ്ങൾ തുടരുക. ശേഷം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നും പലരും, നമ്മുടെ പള്ളികളിൽ പോലും പലരും ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോഴാണ് പലരും ഫാത്തിഹ ആരംഭിക്കുന്നത്. ഇമാമ് തുടങ്ങിയാൽ പിന്നാലെ മൗമൂമീങ്ങളും ഫാത്തിഹ ഓതുക എന്നതാണ് ശരിയായ രീതി. കാരണം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാനാണ്. കാരണം ആ ഓത്ത് ഇമാമ് അറിഞ്ഞുകൊണ്ടോതണം. പിന്നിൽ നിൽക്കുന്നവരും അറിഞ്ഞു കേൾക്കണം, ശ്രദ്ധിച്ച് കാതോർത്ത് കേൾക്കണം. അത് ഏതെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ പോലും പിന്നിൽ നിൽക്കുന്ന ആൾ തിരുത്തി കൊടുക്കണം, അതിന് പിന്നാലെ പോട്ടെ. ഇമാമ് ഓതുന്നത് ശ്രദ്ധിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ഇമാമിൻ മറന്നു പോവുകയോ തെറ്റുപറ്റുകയോ ചെയ്താൽ പിന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ
ആ ഇമാം ഓതുന്നത് കാതോർത്ത് നിൽക്കണം. ഖുർആൻ ഓതുന്നതിന്റെ പ്രത്യേകത ഓതുന്നവനും കേൾക്കുന്നവനും അവന്റെ ഈമാൻ വർദ്ധിക്കുന്ന, അത് നമസ്കാരത്തിലായാലും അല്ലാത്തപ്പോഴായാലും. അല്ലാഹു സൂറത്ത് അംഫാലിൽ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറല്ലാഹു, അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവർ ഹൃദയങ്ങൾ വിറച്ചു. അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമസ്കാരത്തിൽ പലതവണ അല്ലാഹു അക്ബർ വിറക്കണം നമ്മുടെ ഹൃദയം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ആ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. അപ്പൊ ഇമാമിന്റെ ഓത്ത് ഇമാമിനും മൗമൂമീങ്ങൾക്കും ആ ഈമാൻ വർദ്ധിക്കും, നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും അവർ. ഇത് മൂന്നും നടക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരം. ഈ പറയപ്പെട്ട മുഅ്മിനീങ്ങളുടെ മൂന്ന് ഗുണങ്ങൾ സമ്മേളിക്കുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. കാരണം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു, അതുപോലെ എല്ലാം അള്ളാഹുൽ തവക്കുലാക്കി സമർപ്പിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഓത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഖുർആൻ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന്റെ മര്യാദ നമ്മൾ ശ്രദ്ധിക്കണം. മുകളിലുള്ള സൂറത്തായിരിക്കണം ആദ്യം ഓതേണ്ടത്. ആദ്യം അല്ലാത്താക്കാൻ പിന്നെ സബ്ബിസ്മ ഓതാൻ പറ്റൂല. ആദ്യം സബ്ബിസ്മ ഓതിയിട്ട് പിന്നെ അല്ലാത്താക്കാൻ. അതുമാത്രമല്ല, ഏത് സൂറത്തായാലും ആദ്യം മേലെയുള്ള സൂറത്ത് ഓതണം. ഇനി ഒരു സൂറത്ത് തന്നെയാണ് ഓതുന്നതെങ്കിലോ ആദ്യ ഭാഗം ആദ്യം ഓതണം. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നത് അതിന് താഴെയുള്ള ഭാഗമായിരിക്കണം. ഒരു മര്യാദ കൂടിയുണ്ട്, ആദ്യത്തെ റക്അത്തിനേക്കാൾ ദീർഘം കുറക്കണം രണ്ടാമത്തെ റക്അത്ത്. ഏറ്റവും അധികം ഓതേണ്ടത് ഒന്നാമത്തെ റക്അത്തിലും, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരിക എന്നതാണ്. ഈ നമസ്കാരത്തിൽ ഓത്തിന്റെ ദൈർഘ്യം തനിച്ച് നമസ്കരിക്കുമ്പോൾ അയാളുടെ ആരോഗ്യമനുസരിച്ച് അയാൾക്ക് ദീർഘമായി ഓതാം. ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ പിന്നിലുള്ള മൗമൂമീങ്ങളെ പരിഗണിച്ചുകൊണ്ടേ ദീർഘിക്കാൻ പാടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഇമാമ് ദീർഘമായി ഓതുന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇമാമിനോട് ചോദിച്ചത്, നീ ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്ന്. ഫിത്ന, ജമാഅത്തിന് വരുന്നതിന് ആളുകളെ തടയാനാണോ നിന്റെ പരിപാടി? അപ്പൊ തനിച്ച് രാത്രി നിസ്കാരത്തിലൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊക്കെ ആ നിസ്കരിക്കുന്ന ആളുടെ സൗകര്യം പോലെ ദീർഘം കൂട്ടാം. ജമാഅത്തായി നമസ്കരിക്കുമ്പോ എന്ന് വെച്ചിട്ട് തീരെ കുഞ്ഞാവാണെന്നല്ലേ പറഞ്ഞത്, ഇതോയിട്ട് ഇങ്ങനെ ഓതുന്ന രീതി, അതാണ് ഖുർആൻ പാരായണത്തിലെ മര്യാദകൾ. അതിനുശേഷമാണ് റുക്കൂ. കുനിഞ്ഞു നിൽക്കുക എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. മുമ്പ് സൂചിപ്പിച്ച പോലെ അതിലൊന്നും പറയുന്നില്ലെങ്കിൽ പോലും റബ്ബിന്റെ മുമ്പിലുള്ള കുനിഞ്ഞുള്ള നൃത്തം തന്നെ ഒരു തേട്ടമാണ്, ദുആയാണ്. അതിൽ തസ്ബീഹ് ചെയ്യാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് സൂറത്ത് വാക്കിയിൽ നമുക്ക് കാണാം. അത് പ്രയോഗവൽക്കരിക്കാണ് റുക്കൂയിൽ. സുബ്ഹാന റബ്ബിയൽ അദീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് മുമ്പ് അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൻ നസ്ർ, ഒരു സൂറത്ത് ഒന്നിച്ച് അവസാനം ഇറങ്ങിയത് ഏകദേശം 2 മാസം മുമ്പ്, വഫാത്തിന് 2 മാസം മുമ്പ് ഇറങ്ങിയ ഒറ്റ സൂറത്ത് സൂറത്തുൻ നസ്ർ. നിങ്ങൾക്ക് മനഃപ്പാടമുള്ള ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്,
വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ആ സൂറത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തു എന്ന സൂചനയുണ്ട്. റസൂലിന്റെ ഡ്യൂട്ടി പൂർത്തിയായി എന്നൊരു സൂചനയുണ്ട്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നത് വരുന്നത് കണ്ടാൽ നീ റബ്ബിനെ തസ്ബീഹ് ചെയ്യണം, സ്തുതിച്ചുകൊണ്ട്. വസ്തഗ്ഫിറുഹു, റബ്ബിനോട് പാപമോചനം തേടണം. ആ കൽപ്പന പാലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് റുകൂഇലും സുജൂദിലും ഈ തസ്ബീഹാണ് നടത്തിയിരുന്നത്. ശ്രദ്ധിക്കാം. നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദി, എന്താണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. തസ്ബീഹുണ്ട്, ഹംദുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, മൂന്നുമുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം എന്നതിൽ തസ്ബീഹ് മാത്രമേ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന കാലത്ത് റുകൂയിലും സുജൂദിലും ഒരേ തസ്ബീഹ്, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. പാപമോചന പ്രാർത്ഥന കൂടി റുകൂയിലും സുജൂദിലും ചെയ്തിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറയാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുന്നവർക്ക് അത് പറയാം. അത് റുകൂയിലാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, റുകൂയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിന്റെ സ്തുതിച്ചവന്റെ സ്തുതി റബ്ബ് കേട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. തനിയെ നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കുന്നവരൊക്കെ പറയണം അത്. ജമാഅത്ത് ആയുള്ള നമസ്കാരത്തിൽ ഇമാമ് മാത്രമേ അത് പറയേണ്ടതുള്ളൂ. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് മൗമൂമിങ്ങൾ ആരും പറയേണ്ടതില്ല, ഇമാമാണ്. അതിന്റെ ഉത്തരവാണ് റബ്ബനാ ലക്കൽ ഹംദു മില്ലസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമിന്റെ ആഹ്വാനല്ലേ, അതിന്റെ ഉത്തരമാണ് മൗമൂമിങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ഇമാമും ചെയ്യണം ഈ സ്തുതി, ഇമാമും ചെയ്യണം, മൗമൂമിങ്ങള്. അപ്പൊ നമ്മ ഒറ്റക്ക് നിസ്കരിക്കുന്നു. അപ്പൊ സുന്നത്ത് നിസ്കാരമൊക്കെ നമ്മ ഒറ്റക്കല്ലേ നിസ്കരിക്കാൻ. അപ്പൊ നമ്മളും സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടായിരിക്കണം റബ്ബനാ ലക്കൽ ഹംദ് പറയേണ്ടത്. ജമാഅത്തായിട്ട്, ജുമുഅ മറ്റു ജമാഅത്താവട്ടെ, അത് ഇമാമ് മാത്രം പറഞ്ഞാൽ മതിയാവും. സമിഅല്ലാഹു ലിമൻ ഹമിദ. മൗമൂമിങ്ങളൊക്കെ ആ ഇമാമിന്റെ കൽപ്പന, നിർദ്ദേശം, ആഹ്വാനം റബ്ബന വലക്കൽ ഹംദ്. വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് റബ്ബന ലക്കൽ ഹംദ് പല റിപ്പോർട്ടുകളും പല സ്തുതിയുടെ രൂപങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോ റബ്ബന ലക്കൽ ഹംദു എന്ന് പറഞ്ഞാൽ റബ്ബേ നിനക്കാണ് മുഴുവൻ സ്തുതിയും. മിൽ അസ്സമാവാതി, ആകാശങ്ങൾ നിറയെ സ്തുതി നിനക്കാണ് റബ്ബേ. വമിൽ അൽ അർളി, ഭൂമി നിറയെ സ്തുതി നിനക്കാണ്. വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദ്, ആകാശത്തിനപ്പുറം ഭൂമിക്കപ്പുറം നീ ഉദ്ദേശിച്ച ഏത് സ്ഥാനമുണ്ടോ ലോകമുണ്ടോ അതെല്ലാം നിറയെ സ്തുതി റബ്ബേ നിനക്കാകുന്നു എന്നതാണ് അതിനെപ്പറ്റിയുള്ളത്. അതിനുശേഷമാണ് സുജൂദിലേക്ക് നമ്മൾ പോകുന്നത്. സാഷ്ടാംഗം എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയുക. നേരത്തെ സൂചിപ്പിച്ച പോലെ സുജൂദ് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് കുമ്പിട്ട് കിടന്നാൽ എന്താ സഹോദരങ്ങളെ, ആരുടെ മുന്നിൽ കുമ്പിടാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല, വാക്ക് മാത്രം. ഒരാൾ നമ്മുടെ മുന്നിൽ അങ്ങനെ വന്ന് നിന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ അത്യാവശ്യമുണ്ട്, എന്നിൽ നിന്ന് ലഭിക്കേണ്ട സഹായം ലഭിക്കേണ്ട ആവശ്യക്കാരനാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുമ്പിൽ ഒരു അടിമ സുജൂദിൽ കിടന്നാൽ അത് സ്വയം പ്രാർത്ഥനയായി മാറും. കൂടാതെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഖുർആനിൽ വന്ന ഒരു കൽപ്പനയാണത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന
തസ്ബീഹ് മറക്കണ്ട. സൂറത്തുൻ നസ്ർ അവതരിപ്പിച്ചതിന് ശേഷം റുകൂഇലും സുജൂദിലും റസൂലുള്ളാഹ് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ റുകൂഇന്റെയും സുജൂദിന്റെയും പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു. നമസ്കാരത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണെന്ന് പറഞ്ഞു. വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വല്ലാകിഫീന വറക്കഇസ് സുജൂദ്. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോടും മകൻ ഇസ്മായിലിനോടും നാം കൽപ്പിച്ചു, എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കുക. നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധ കഅബയെ ശുദ്ധീകരിക്കുക. ലിത്തായിഫീൻ തവാഫ് ചെയ്യുന്നവർക്കും വൽ ആകിഫീൻ ഇത്തികാഫിരിക്കുന്നവർക്കും വറക്കഇസ് സുജൂദ് നമസ്കരിക്കുന്നവർക്കും. റുകൂഉം സുജൂദും ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധ ഭവനത്തെ നീ ശുദ്ധീകരിക്കുക. അപ്പൊ ഖുർആൻ തന്നെ, അല്ലാഹ് തന്നെ നമസ്കാരത്തിന് ബദലായി ഉപയോഗിച്ചത് റുകൂഉം സുജൂദും ചെയ്യുന്നവർക്ക് വേണ്ടി എന്നർത്ഥം. ഈ സുജൂദിന്റെ വിലയെങ്ങാനും നാം അറിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ സുജൂദിന്റെ വിലയൊന്നറിഞ്ഞാൽ ലോകാവസാന കാലത്ത് ഒരു സുജൂദിന് വില മതിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു സുജൂദിന് പകരം ഒന്നും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിൽ അല്ലാഹ് പറയുന്ന കാര്യം അറിഞ്ഞാൽ എന്താ അല്ലാഹ് പറഞ്ഞ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനൻ നാസി വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. അലം തറ, നീ കാണുന്നില്ലേ? അല്ലാഹ് നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്കൊന്നും കാണുന്നില്ലേ? അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു യസ്ജുദു മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവരൊക്കെയും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രനും, വന്നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങൾ, വശജറു, മരങ്ങൾ, വദ്ദവാബു, ജീവജാലങ്ങളെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാക്കാണ് നമ്മളെ പേടിപ്പിക്കേണ്ടതാണ്. വകസീറും മിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് കുറെ ആളുകൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, മനുഷ്യരിൽ നിന്ന് അധിക പേർ അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു. സുജൂദ് ചെയ്യാത്തവരെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാഹുവിന് സുജൂദ് ചെയ്യാത്തവരെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായി. മനുഷ്യന്മാരെ, ജീവജാലങ്ങളിൽ കുറച്ച് ജീവജാലങ്ങൾ സുജൂദ് ചെയ്യും, കുറെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. നക്ഷത്രങ്ങളിൽ നിന്ന് കുറെ ചെയ്യുന്നു, കുറെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. എല്ലാ നക്ഷത്രങ്ങളും, സൂര്യനും ചന്ദ്രനും ഒക്കെ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നു. മരങ്ങളോ, കുറച്ചു മരങ്ങൾ സുജൂദ് ചെയ്യാത്ത വേറെ മരം ഇല്ല. പക്ഷെ മനുഷ്യരെ പറഞ്ഞപ്പോ വകസീറുൻ മിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് കുറെ ആളുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, കുറെ മനുഷ്യരുടെ അല്ലാഹുവിന്റെ ശിക്ഷ അത് സത്യമായി പുലർന്നിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്, എപ്പോഴും കേൾക്കുന്നതാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദ്. അവിടുത്തെ തസ്ബീഹിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളും കേൾക്കും, നിങ്ങളും പലരും പല ക്ലാസ്സിലൊക്കെ സംശയം ചോദിക്കാറുണ്ട്.
എന്തും പ്രാർത്ഥിക്കാൻ പറ്റുമോ? സുജൂദിൽ നബി പറഞ്ഞു, അള്ളാഹുവിനോട് അടുക്കുന്ന സമയമാണ് നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. എന്തും പറയാൻ പറ്റുമോ? ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. പിന്നെ ആ ചർച്ച ഒന്നും കൂടി വികസിച്ച് മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വരെ ചർച്ചകൾ നടക്കുന്നതാണ്. ഒരു കാര്യം ഉറപ്പ്, അറബിയല്ലാത്തൊരു ശബ്ദം നമസ്കാരത്തിലില്ല. അറബിയല്ലാത്ത ഒരു ശബ്ദം നമസ്കാരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ പറ്റും? നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരെ അറബിയാണ്. ലോകത്തിനൊക്കെ ഒരേ രൂപമാണ്. നാട് മാറുന്നത് കൊണ്ടോ ഭാഷ മാറുന്നത് കൊണ്ടോ കാലം മാറുന്നത് കൊണ്ടോ നമസ്കാരത്തിന് രൂപമാറ്റം വരൂല. ഇനി അറബിയിൽ ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിഷയം. മലയാളം ഏതായാലും പറ്റില്ല എന്ന് ഉറപ്പിച്ചോ. അതിലും വ്യത്യസ്തമായി പറയാം. ഏറ്റവും നല്ലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടത് ഏത് തസ്ബീഹാണോ. ചിലർ ധരിച്ചത് തസ്ബീഹ് പ്രാർത്ഥന അല്ലാന്നാ, ഹംദ് പ്രാർത്ഥനയല്ലാന്നാ, ഇസ്തിഗ്ഫാർ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അല്ല. എല്ലാതിലുണ്ട്, എല്ലാം അതിലുണ്ട്. ഇനി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, മലയാളത്തിലും അറബിയിലും ഒക്കെ. അപ്പൊ നമസ്കാരത്തിന്റെ രൂപമാറ്റം നമ്മളായിട്ടുണ്ടാക്കാൻ പറ്റില്ല. സൂക്ഷ്മതക്ക് വേണ്ടി റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട തസ്ബീഹുകൾ മാത്രമേ, അത് അറബിയല്ലാത്തൊരു ഭാഷയും ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഏറ്റവും ശരിയായ വിധത്തിൽ നമസ്കരിക്കാൻ, അള്ളാഹ് സ്വീകരിക്കുന്ന വിധം നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. സുജൂദിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. കൈവക്കൽ കിബിലയിലേക്കായിരിക്കണം. കൈപ്പത്തിയുടെ വിരലുകളൊക്കെ രണ്ട് കാലിന്റെ പള്ളഭാഗമാണ്, വിരലുകളുടെ പള്ളഭാഗമാണ് കാലിന്റെ. പിന്നെ മുട്ട, നെറ്റിയാണ്, മൂക്ക്. കുട്ടികൾ ശ്രദ്ധിക്കുക, നെറ്റി മുട്ടിക്കാൻ വേണ്ടി മൂക്ക് പൊക്കുന്ന കുട്ടികളെ കാണാം. ചെറിയ കുട്ടികൾ രണ്ടും മുട്ടണം, നെറ്റിയും മുട്ടണം, മൂക്കും മുട്ടണം. ആ നെറ്റിയിൽ ഒരു മറയും ഉണ്ടാവരുത്. തലേക്കെട്ടിന്റെ മറ ഉണ്ടാവരുത്, തൊപ്പിയുടെ മറ ഉണ്ടാവരുത്, മുടിയുടെ മറയുണ്ടാവരുത്. നമ്മുടെ മക്കളെ മുടി ശ്രദ്ധിച്ചിട്ടാ നിങ്ങളെ? ഇങ്ങോട്ട് വീണ് കിടക്കുക, വെട്ടാൻ സമ്മതിക്കില്ല കുട്ടികൾ. ചെറിയ കുട്ടികൾ വരെ മുടി വെട്ടാൻ സമ്മതിക്കില്ല. നിസ്കാരം ശരിയാവില്ല. അതന്നെ, നിസ്കരിക്കുന്നവനെ പെട്ടെന്ന് കാണാം, അവന്റെ മുടി ഒരിക്കലും നെറ്റിയിലേക്ക് വീണ് കിടക്കൂല. നിസ്കരിക്കുന്നവന്റെ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കില്ല. ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്പൊ വളരുന്ന മുഴുവൻ കുട്ടികൾ ചെറുപ്പം തൊട്ട് തന്നെ ബാബർ ഷാപ്പിൽ പോകുമ്പോ വാപ്പോട് വരണ്ടെന്നാണ് പറയണത്. അവൻ അയാളോട് പറഞ്ഞോളും, ആ ചെറിയ കുട്ടി ഇന്ന വെട്ടണം ബാർബറോട് പറഞ്ഞോളും. വാപ്പയും വന്നാല് ഇങ്ങനെ വെട്ട്, പറ്റ വെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപകടമല്ലോ. നിസ്കാരം ശരിയാവില്ല. നെറ്റിയിലെ ആ നെറ്റിയാണ് നിലത്ത് മുട്ടേണ്ടത്. അപ്പൊ നമ്മുടെ മക്കളെ, പേരമക്കളുടെ കാര്യം, മുടി വളർത്തുന്ന കാര്യം ഒക്കെ ഒന്ന് വളർത്തിനോണ്ട് വിരോധമല്ല, അത് പിന്നോക്കം ഇങ്ങനെ ഇരിക്കണം, ഇങ്ങോട്ട് വീഴരുത്. പിന്നാക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഇങ്ങനെ പിന്നാക്കം വാർന്നു.
ഇത് ചിലയിടത്ത് വെട്ടി ഇവിടെ മാത്രം വെട്ടാണ്ട് ഇങ്ങട് തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ആൾക്കാരെയും കാണാം. കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കരിക്കാൻ വരുമ്പോ എഴുത്തുള്ള കുപ്പായം ഇടരുത്. ചിത്രങ്ങളോ എഴുത്തുകളോ ഉള്ള കുപ്പായം പള്ളിയിൽ വരുമ്പോ, കാരണം അവൻ ഒന്നാമത്തെ സഫോ രണ്ടാമത്തെ സഫോ ആയിരിക്കും, അതിന്റെ പിന്നിൽ ആള് വന്നാൽ അയാളെ ശ്രദ്ധ പോവും. ആ പിന്നിൽ നിൽക്കുന്ന ആളുടെ ശ്രദ്ധ പോവും. വായിക്കാനുള്ള എന്താണ് പിന്നെ മെസ്സീനാണോ മറ്റാണോ പലതൊക്കെ ഇങ്ങനെ കാണുമല്ല. എന്തെഴുതിയാലും ചിത്രം കണ്ടാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തഖ്വയൊന്നും നമുക്കില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയാണ്, ആയിഷ, ആ വിരി, ചിത്രമുള്ള വിരി മാറ്റി, എന്റെ നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നു. ആരുടെ ശ്രദ്ധ? സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിക്കുന്നു ചിത്രമുള്ള. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോ എഴുത്തുള്ളതോ ചിത്രമുള്ളതോ ആയ ഷർട്ട് ധരിക്കരുത്. പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവരുടെ ശ്രദ്ധ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെടുപ്പായിട്ടും വൃത്തിയായിട്ടും ചെയ്യണം. ടൗല് തലേ കെട്ടിയിട്ട് പോലും നെറ്റി മറക്കരുത്. തൊപ്പിയിട്ടിട്ടോ തലപ്പാവ് വെച്ചാലും നെറ്റി മറയരുത്. നെറ്റി നിലത്ത് തന്നെ മുട്ടണം, മൂക്കും മുട്ടണം. 2 കൈപ്പത്തി, 2 മുട്ട്, 2 കാലിൻ്റെയും വിരലുകളുടെ പള്ളഭാഗം. പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനൊന്നും പറ്റി, അത് വേറെ ഇളവാണ്. സാധാരണഗതിയുള്ള രീതിയാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, സുജൂദിൽ അല്ലാഹുവിനോട് അടുക്കുന്നു. ആദ്യത്തെ സുജൂദ് കഴിഞ്ഞ് ഇരിക്കുന്നു. അതൊരു സ്ഥിര ഇരിപ്പല്ല, അടുത്ത സുജൂദിനാണ്. അടുത്ത സുജൂദിലേക്ക് പോകാൻ അതിനിടയിൽ ചില കാര്യങ്ങൾ നിസ്കരിക്കുന്നവൻ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. അതെങ്കിലും ഒന്ന് അറിയണം നമ്മൾ. എന്താ ഞാൻ റബ്ബിനോട് ചോദിച്ചു? കാരണം ഒരു മനുഷ്യന്റെ ഇഹലോകത്തെയും പരലോകത്തെയും മുഴുവൻ കാര്യവും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പെടാത്ത ഒന്നും ഇനി മനുഷ്യനില്ല. ആ ചോദിക്കുന്ന രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ, ഒരു നിസ്കരിക്കുന്നവൻ, റബ്ബിന്റെ ദാസൻ റബ്ബിനോട് അപേക്ഷിക്കുന്ന കാര്യം ഇഹലോകത്തിലെയും പരലോകത്തെയും മുഴുവൻ കാര്യങ്ങളാണ്. രക്ഷിതാവേ, എനിക്ക് നീ പൊറുത്തു തരണമേ. അത്യാവശ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് സംഭവിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹ് പാപം പൊറുത്തു കിട്ടണം നമുക്ക്. റബ്ബേ, എന്നോട് കരുണ കാണിക്കണേ. റബ്ബ് കരുണ കാണിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. നിസ്സാര കാര്യല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന്. നമ്മ എവിടെ സുജൂദ് എഴുതി എന്തോ പറഞ്ഞ് പിന്നെയും സുജൂദ് ചെയ്ത് അങ്ങോട്ട് പോകല്ലേ. ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ റബ്ബിനോട് എന്താണ് അപേക്ഷിക്കുന്നത് അറിഞ്ഞു പറയണം, മനസ്സിൽ തട്ടി പറയണം. എന്റെ രക്ഷിതാവേ, എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരണമേ. എന്നോട് കരുണ കാണിക്കണേ. കാരണം റസൂൽ പറഞ്ഞു, ഒരാളുടെ അമല് കൊണ്ടും അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റില്ല. നമ്മക്ക് എന്താ വിചാരിച്ചേക്കണേ? നമ്മ എത്ര നോമ്പ് പിടിച്ചിട്ടുണ്ട്, എത്ര നിസ്കരിച്ചിട്ടുണ്ട്, ധർമ്മം കൊടുത്തിട്ടുണ്ട്, സദക്ക ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്യും, അതുകൊണ്ടൊക്കെ സ്വർഗത്തിൽ കിടക്കാൻ. റസൂൽ പറയാണ്, ഒരാളും അവൻ ചെയ്ത അമല് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കില്ല. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സ്ഥിതി എന്താ? താങ്കളുടെ സ്ഥിതി എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ റബ്ബ് എന്നോട് കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ, എന്റെ റബ്ബ് എന്നെ അവന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കിടക്കാൻ പറ്റില്ല. അല്ലാഹു നമ്മളോട് കരുണ ചെയ്യട്ടെ. അപ്പൊ എന്ത് പണ്ടേ മനപ്പാടാക്കിയിട്ട് ഇങ്ങനെ ചെല്ലിപ്പോവല്ലേ? എന്താ നിസ്കാരം കഴിഞ്ഞങ്ങോട്ട് പോവല്ലേ? അങ്ങനത്തെ നിസ്കാരം ആവല്ലേ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിസ്കരിക്കുന്നു നമ്മൾ. അത്
അത് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് ചെയ്യണം എന്നതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയേണ്ടി വരുന്നത്. വജ്ബുർനി, എൻ്റെ ന്യൂനതകൾ, എൻ്റെ കുറവുകൾ എല്ലാം പരിഹരിക്കണമേ റബ്ബേ. വർസുഖ്നി, റിസ്ക് നൽകണേ റബ്ബേ. അപ്പൊ ദുനിയാവായിട്ടാ, റിസ്ക് നൽകണേ എന്ന് പറഞ്ഞാൽ തന്നെ ദുനിയാവായി. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് നൽകണേ റബ്ബേ. വആഫിനി, സൗഖ്യം നൽകണേ. രണ്ട് ലോകത്തേക്കുള്ളതാണ് സൗഖ്യം. ഈ ലോകത്തും സൗഖ്യമുണ്ട്, ആവശ്യമാണ്. പരലോകത്തും സൗഖ്യം ആവശ്യമാണ്. ഇത്രയും ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് സുജൂദിന്റെ ഇടയിൽ റബ്ബിനോട് നമ്മൾ അപേക്ഷിക്കുക. ആ ബോധം നമുക്ക് വേണം. ഇന്നിപ്പോ ജുമസ്കരിക്കുമ്പോ വെറുതെ ചൊല്ലി പറയണ്ടാന്ന്, ഒന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഓരോന്നും ശ്രദ്ധിച്ച് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബിർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ചില്ലറ വ്യത്യാസത്തിലൊക്കെ ഇത് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോ നിസ്കാരം എന്നത് അറിഞ്ഞ് നിർവഹിക്കുമ്പോഴാണ് അതിൻ്റെ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. റബ്ബ് സ്വീകരിക്കുന്ന വിധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച വിധം നമസ്കരിച്ച് പുണ്യം നേടാൻ, സ്വർഗം നേടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവിടെ പുറത്തു വച്ചിട്ടുള്ള ബക്കറ്റിൽ കഴിഞ്ഞ മാസം പറയാൻ വിട്ടുപോയതാണ്. ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉള്ളതാണ്. അത് പരിഗണിക്കുക നിങ്ങൾ. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.